Dear students, welcome to the next class. Today we are going to start chapter 3, recording of transactions 1. Introduction. The first step in the process of accounting involves identifying the transactions to be recorded and preparing the source documents. These are recorded in the books of original entry called journal and are then posted to the principal book called ledger. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഒരു ഇടപാട് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് സമയത്ത് ആ ഇടപാട് തെളിയിക്കാൻ ആവശ്യമായ ഒരു രേഖ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് പഠിച്ചു. അപ്പോൾ ആ രേഖയാണ് നമ്മൾ പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എഴുതി തയ്യാറാക്കിയ ഏതെങ്കിലും ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാവണം നമ്മളൊരു ട്രാൻസാക്ഷൻ ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. അതാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സിൽ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഏതൊരു ഇടപാട് നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ there must be a written document in proof of that transaction. That proof is called source document. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ബില്ല് കിട്ടും. ആ ബില്ല് എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. അങ്ങനെ സോഴ്സ് ഡോക്യുമെൻ്റ് റെഡിയായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്നത് ദീസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി കോൾഡ്, എന്തായിരുന്നു ബുക്കിൻ്റെ പേര്? യെസ്, ജേണൽ. ആൻഡ് ആർ ദെൻ പോസ്റ്റഡ് ടു സെപ്പറേറ്റ് ബുക്ക് കോൾഡ് ലെഡ്ജർ. ദാറ്റ് ബുക്ക് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ബുക്ക്. ഇപ്പോൾ പ്രിൻസിപ്പൽ ബുക്ക് കോൾഡ് ലെഡ്ജർ, അതിൻ്റെ അകത്ത് ഓരോ ഐറ്റം വൈസ് ആയിട്ട് ഓരോ പേജിൽ നമ്മൾ പ്രത്യേകമായിട്ട് എഴുതുകയാണ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. നെക്സ്റ്റ്, ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഫിനാൻഷ്യൽ ഡീലിംഗ്സ് ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ് ഈസ് കോൾഡ് എ ട്രാൻസാക്ഷൻ. എ ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ആൻ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ. It can be a cash transaction or a credit transaction. Example, purchase of furniture. Transaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപാട്. ഇപ്പോൾ ഇടപാട് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത് ആണ്. പണമോ പണത്തിന് മൂല്യമുള്ള മറ്റെന്തെങ്കിലുമോ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്, ഒന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൈമാറ്റമാണ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു, ഡ്യുവൽ ആസ്പെക്റ്റ് പഠിച്ചു സെക്കൻഡ് ചാപ്റ്ററിൽ, അല്ലെങ്കിൽ ഡ്യുവാലിറ്റി അല്ലെങ്കിൽ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് പ്രകാരം അല്ലെങ്കിൽ ഡ്യുവാലിറ്റി കൺസെപ്റ്റ് പ്രകാരം ഓരോ ഇടപാടും നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തുന്നത് രണ്ട് ആസ്പെക്റ്റുകൾ രേഖപ്പെടുത്തണം. ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് റിസീവിങ് ആസ്പെക്റ്റ് ആയിരിക്കും, ഒന്ന് ഗിവിങ് ആസ്പെക്റ്റ് ആയിരിക്കും. ആ എക്സ്ചേഞ്ച് പ്രകാരം എന്താണോ നമുക്ക് കിട്ടുന്നത്, ആ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ രേഖപ്പെടുത്തണം. അതുപോലെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണോ അതും നമ്മൾ രേഖപ്പെടുത്തണം. അപ്പോൾ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ആസ്പെക്റ്റിന് നമ്മളൊരു പേര് കൊടുക്കുന്നു, അതിന് പറയുന്ന പേരാണ് ഡെബിറ്റ്. അതുപോലെ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആസ്പെക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് ക്രെഡിറ്റ്. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ടേമുകൾ ഇവിടെ അറിഞ്ഞിരിക്കണം. ഒന്ന് ഡെബിറ്റ്, രണ്ട് ക്രെഡിറ്റ്. ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടപാട് കഴിയുമ്പോൾ എന്താണോ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണോ അതിനെ ഡെബിറ്റ് എന്ന് പറയുന്നു. എന്താണോ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടത് എന്താണോ അതിനെ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നു. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത് പോലെ രണ്ട് പേര് കൊടുക്കുന്നു. ഒന്നിനെ ഡെബിറ്റ് എന്നും മറ്റൊന്നിനെ ക്രെഡിറ്റ് എന്നും പേര് കൊടുക്കും. എക്സാമ്പിളായിട്ട് പറയുന്നത് പർച്ചേസ് ഓഫ് ഫർണിച്ചർ. ഒരു ഫർണിച്ചർ വാങ്ങിക്കുന്നു. ഫർണിച്ചർ വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതുണ്ട്, കൊടുക്കുന്നുമുണ്ട്. എന്തായിരിക്കണം നമുക്ക് കിട്ടുന്നത് ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ? യെസ്, ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫർണിച്ചറായിരിക്കും.
നമ്മൾ എന്താണ് കൊടുക്കുന്നത്? യെസ്, നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആയിരിക്കാം. അപ്പോൾ കിട്ടുന്നത് ഫർണിച്ചറും കൊടുക്കുന്നത് ക്യാഷും. അപ്പോൾ ഇനി മുതൽ കിട്ടുന്നത് കൊടുക്കുന്നത് എന്ന് പറയുന്നതിന് പകരം കിട്ടുന്നതിനെ നമ്മൾ ഡെബിറ്റ് എന്നും കൊടുക്കുന്നതിനെ ക്രെഡിറ്റ് എന്നും പറയണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫർണിച്ചറാണ്, അതുകൊണ്ട് തന്നെ ഫർണിച്ചർ ഡെബിറ്റ് ആണെന്ന് പറയും. കൊടുക്കുന്നത് ക്യാഷ് ആണ്, അതുകൊണ്ട് തന്നെ ക്യാഷിനെ ക്രെഡിറ്റ് എന്ന് പറയും. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും, കിട്ടുന്ന ഫർണിച്ചറിനെ ഡെബിറ്റ് എന്ന് പറയും, കൊടുക്കുന്ന ക്യാഷിനെ ക്രെഡിറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ ഈക്വൽ എമൗണ്ട് ഓഫ് ഡെബിറ്റും ഈക്വൽ എമൗണ്ട് ഓഫ് ക്രെഡിറ്റും രേഖപ്പെടുത്തിയിരിക്കണം. അതുകൊണ്ടാണ് ഡ്യുവാലിറ്റി ആസ്പെക്റ്റിലെ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്നത്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹10,000 എന്ന് പറയുമ്പോൾ 10,000 rupees വിലയുള്ള ഫർണിച്ചർ, ദാറ്റ് ഈസ് ഡെബിറ്റ് ഫർണിച്ചർ 10,000. അതുപോലെ നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആണ് 10,000 rupees, ക്യാഷ് 10,000 ക്രെഡിറ്റ് എന്ന് പറയും. അപ്പോൾ ഡെബിറ്റ് ഫർണിച്ചർ 10,000 ക്രെഡിറ്റ് ക്യാഷ് 10,000 എന്നും പറയാം. അപ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കണം. അടുത്തതാണ് സോഴ്സ് ഡോക്യുമെന്റ്. എ ഡോക്യുമെന്റ് വിച്ച് പ്രൊവൈഡ്സ് evidence of the transaction is called source document or a voucher. Example: cash memo, invoice, sales bill, paying slip, check, salary slip, etc. If there is no documentary evidence, vouchers must be prepared. നമ്മൾ നേരത്തെ പഠിച്ചു വെരിഫയബിൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. അതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു ഇടപാട് നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ ദർ മസ്റ്റ് ബി എ റിട്ടൺ ഡോക്യുമെന്റ്. ആ റിട്ടൺ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് സീരിയൽ നമ്പർ ഇട്ട് നമ്മൾ ഫയലിൽ സൂക്ഷിച്ചിരിക്കണം. അത് ഏത് സമയത്ത് വേണമെങ്കിലും, എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്മൾ എന്തൊക്കെയാണോ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ രേഖപ്പെടുത്തിയ വിവരങ്ങൾ കറക്റ്റാണ്, ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് സാധിക്കണം. അതിനായിട്ട് അത് ഫയലിൽ സീരിയൽ നമ്പർ ഇട്ട് സൂക്ഷിച്ചിരിക്കണം. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ക്യാഷ് മെമ്മോ, അല്ലെങ്കിൽ ഇൻവോയ്സ്, സെയിൽസ് ബില്ല്, പേയിങ് സ്ലിപ്പ്, ചെക്ക്, സാലറി സ്ലിപ്പ് എക്സെട്ര. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ബില്ല് കിട്ടും. ആ ബില്ല് നമ്മുടെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ ബില്ല് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കും. അപ്പോൾ അതിൻ്റെ കോപ്പി നമ്മുടെ കൈവശം ഉണ്ടാവും. അത് നമ്മുടെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. പൈസ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പേയിങ് സ്ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ പേയിങ് സ്ലിപ്പിൻ്റെ കൗണ്ടർ ഫോയിലിൽ ബാങ്ക് സീൽ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും. അത് നമ്മുടെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. അതുപോലെ എംപ്ലോയീസിന് സാലറി കൊടുക്കുമ്പോൾ സാലറി സ്ലിപ്പ് ഉണ്ടാവും. ആ സാലറി സ്ലിപ്പ് എംപ്ലോയീസിന് ഒപ്പിട്ട് വാങ്ങിക്കണം. ഇത്ര പൈസ അവർക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കണം. അങ്ങനെ ഒപ്പിട്ട് വാങ്ങിക്കുന്ന ആ സാലറി സ്ലിപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. അത് ഫയലിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ സാലറിയുടെ കാര്യം നമുക്ക് ബുക്കിൽ രേഖപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇനി ചില ഇടപാടുകൾ നടത്തുന്ന സമയത്ത് നമുക്ക് ഇത്തരം ഡോക്യുമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, ഒന്നും കിട്ടാൻ സാധ്യതയുണ്ടാവില്ല. അങ്ങനെ ഇത്തരം റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത കേസിൽ നമ്മൾ തന്നെ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കണം. അതിനാണ് പറയുന്നത് വൗച്ചേഴ്സ്. അപ്പം നമ്മൾ തയ്യാറാക്കുന്ന ആ വൗച്ചറിൽ ആരാണോ വൗച്ചർ തയ്യാറാക്കുന്നത് അവരൊപ്പിടണം. അതുകൂടാതെ അവരുടെ ഹയർ അതോറിറ്റി അത് ഓതറൈസ് ചെയ്യണം. അത് ശരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. അങ്ങനെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഫയലിൽ സൂക്ഷിക്കാം. അതിൻ്റെ ബേസിൽ നമുക്ക് ആ ഒരു ഇടപാട് ബുക്കിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് മേ ബി ക്ലാസിഫൈഡ് ആസ് ക്യാഷ് വൗച്ചേഴ്സ്, ഡെബിറ്റ് വൗച്ചേഴ്സ്, ക്രെഡിറ്റ് വൗച്ചേഴ്സ്, journal vouchers, etc. There is no set format of accounting vouchers. A specimen of a simple transaction voucher is shown below. Accounting vouchers എന്ന് പറയുന്നത് ക്യാഷ് വൗച്ചേഴ്സ് ആവാം, ക്രെഡിറ്റ് വൗച്ചേഴ്സ് ആവാം, ഡെബിറ്റ് വൗച്ചേഴ്സ് ആവാം, ജേർണൽ വൗച്ചേഴ്സ് ആവാം, അങ്ങനെ ഏത് ടൈപ്പും ആവാം. ഒരു അക്കൗണ്ടിങ് വൗച്ചർ എന്ന് പറയുന്നതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് ഒന്നും അതിന് പറയുന്നില്ല. എന്നാലും ഒരു സാമ്പിൾ
ഫോർമാറ്റാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ്, ട്രാൻസാക്ഷൻ വൗച്ചർ. എ ട്രാൻസാക്ഷൻ വിത്ത് 1 ഡെബിറ്റ് ആൻഡ് 1 ക്രെഡിറ്റ് ഈസ് എ സിമ്പിൾ ട്രാൻസാക്ഷൻ and the accounting vouchers prepared for such a transaction is known as transaction voucher. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഇടപാടുകളാണ് സിമ്പിൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അത്തരം സിമ്പിൾ ട്രാൻസാക്ഷന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടിങ് വൗച്ചേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസാക്ഷൻ വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രം അടങ്ങുന്ന ഇടപാടുകൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന വൗച്ചേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസാക്ഷൻ വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവിംഗ് ആയിട്ട് ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവൂ, ഗിവിംഗ് ആയിട്ട് ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവൂ. നമുക്ക് കിട്ടുന്നതും ഒന്നേ ഉണ്ടാവും, കൊടുക്കുന്നതും ഒന്ന് മാത്രമേ ഉണ്ടാവും. അങ്ങനെ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രം അടങ്ങുന്ന ഇടപാടുകൾ തെളിയിക്കാൻ ആവശ്യമായ വൗച്ചേഴ്സ് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ അത്തരം വൗച്ചേഴ്സിന് നമുക്ക് ട്രാൻസാക്ഷൻ വൗച്ചർ എന്ന് വിളിക്കാം. നെക്സ്റ്റ്, കോമ്പൗണ്ട് വൗച്ചർ. വൗച്ചർ വിച്ച് റെക്കോർഡ്സ് എ ട്രാൻസാക്ഷൻ ദാറ്റ് എൻറ്റെയിൽസ് മൾട്ടിപ്പിൾ ഡെബിറ്റ്സ് ഓർ ക്രെഡിറ്റ്സ് ആൻഡ് 1 ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഈസ് കോൾഡ് കോമ്പൗണ്ട് വൗച്ചർ. കോമ്പൗണ്ട് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഇടപാടുകളിൽ ഒന്നുകിൽ ഒന്നിലേറെ ഡെബിറ്റും ഒരു ക്രെഡിറ്റും, അല്ലെങ്കിൽ ഒരു ഡെബിറ്റും ഒന്നിലേറെ ക്രെഡിറ്റുകളും, അത്തരം ഇടപാടുകളെയാണ് നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അത് തെളിയിക്കാൻ ആവശ്യമായ വൗച്ചറുകൾ തയ്യാറാക്കുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് കോമ്പൗണ്ട് വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് വൗച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഒന്നിലേറെ ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡെബിറ്റും ഒന്നിലേറെ ക്രെഡിറ്റും ഉണ്ടാവും. അതെന്തൊക്കെയാണ് നമുക്ക് പിന്നീട് റെക്കോർഡിംഗ് സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കോമ്പൗണ്ട് വൗച്ചർ മേ ബി ഡെബിറ്റ് വൗച്ചർ ഓർ ക്രെഡിറ്റ് വൗച്ചർ. കോമ്പൗണ്ട് വൗച്ചർ എന്ന് പറയുന്നത് ഡെബിറ്റ് വൗച്ചറും ആകാം, ക്രെഡിറ്റ് വൗച്ചറും ആകാം. ഒന്നിലേറെ ഡെബിറ്റും ഒരു ക്രെഡിറ്റും വരികയാണെങ്കിൽ ഡെബിറ്റ് വൗച്ചറും, ഒരു ഡെബിറ്റും ഒന്നിലേറെ ക്രെഡിറ്റും വരികയാണെങ്കിൽ ക്രെഡിറ്റ് വൗച്ചർ എന്നും പറയാം. നെക്സ്റ്റ്, കോംപ്ലക്സ് വൗച്ചർ ഓർ ജേണൽ വൗച്ചർ. ട്രാൻസാക്ഷൻസ് വിത്ത് മൾട്ടിപ്പിൾ ഡെബിറ്റ്സ് ആൻഡ് മൾട്ടിപ്പിൾ ക്രെഡിറ്റ്സ് ആർ കോൾഡ് കോംപ്ലക്സ് ട്രാൻസാക്ഷൻസ് ആൻഡ് ദി അക്കൗണ്ടിംഗ് വൗച്ചർ പ്രിപ്പയർഡ് ഫോർ സച്ച് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് കോംപ്ലക്സ് വൗച്ചർ ഓർ ജേണൽ വൗച്ചർ. കോംപ്ലക്സ് വൗച്ചർ അല്ലെങ്കിൽ ജേണൽ വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം വൗച്ചേഴ്സിൽ ഒന്നിലേറെ ഡെബിറ്റും ഒന്നിലേറെ ക്രെഡിറ്റുകളും ഉണ്ടാവും. അങ്ങനെ ഒന്നിലേറെ ഡെബിറ്റുകളും ഒന്നിലേറെ ക്രെഡിറ്റുകളും രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ള ഇടപാടുകളെയാണ് നമ്മൾ പറയുന്നത് കോംപ്ലക്സ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അത്തരം ട്രാൻസാക്ഷൻസ് തെളിയിക്കാൻ ആവശ്യമായ വൗച്ചേഴ്സ് തയ്യാറാക്കുകയാണെങ്കിൽ ആ വൗച്ചേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് കോംപ്ലക്സ് വൗച്ചർ അല്ലെങ്കിൽ ജേണൽ വൗച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, an accounting voucher must contain the following essential elements. First, written on a good quality paper. Firm's name must be printed at the top. Date of transaction is to be filled up. Keep voucher number in serial order. Account to be debited or credited. Amount to be written in figures. Description of the transaction. Name and signature of the person who prepares the voucher. Name and signature of the authorized person. ഒരു അക്കൗണ്ടിംഗ് വൗച്ചർ തയ്യാറാക്കാൻ വേണ്ടി അതിന് കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് ഇല്ല എന്ന് പറഞ്ഞു. എന്നിരുന്നാലും സാധാരണയായിട്ട് ഒരു അക്കൗണ്ടിംഗ് വൗച്ചറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് നല്ല ക്വാളിറ്റി പേപ്പറിൽ വേണം തയ്യാറാക്കാൻ വേണ്ടി. കാരണം ഇത്തരം അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് സീരിയൽ നമ്പർ ഇട്ട് ഫയലിൽ സൂക്ഷിക്കണം. അത് ഒരുപാട് കാലം
നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. കാരണം എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അക്കൗണ്ടിങ് ഡാറ്റ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടി വരും, കമ്പയർ ചെയ്യേണ്ടി വരും. ആ അക്കൗണ്ടിങ് വൗച്ചറിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് പ്രിന്റ് ചെയ്തിരിക്കണം. പിന്നെ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ നമ്മൾ എഴുതിയിരിക്കണം. ഏത് ഡേറ്റിലാണ് ആ ഇടപാട് നടന്നത്, ആ ഇടപാട് നടന്ന ഡേറ്റ് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഫില്ല് ചെയ്തിരിക്കണം. ഓരോ വൗച്ചറിനും നമ്പർ കൊടുക്കണം, സീരിയൽ നമ്പർ കൊടുക്കണം. 1 2 3 4 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള സീരിയൽ നമ്പർ അതിൻ്റെ അകത്ത് പതിച്ചിരിക്കണം. ആ ഒരു വൗച്ചർ നോക്കുമ്പോൾ ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തണം. അതിൻ്റെ എമൗണ്ട് എത്രയാണ് അത് രേഖപ്പെടുത്തണം. ആ ഇടപാട് എന്താണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, വിവരണം എന്താണ്, അത് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ആരാണ് ഈ വൗച്ചർ തയ്യാറാക്കുന്നത്, അവരുടെ പേരും ഒപ്പും വേണം. ഈ വൗച്ചർ ഓതറൈസ് ചെയ്യുന്നത് ആരാണ്, അത് സർട്ടിഫൈ ചെയ്യുന്നത് ആരാണ്, അവരുടെ പേരും ഒപ്പും അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ മിനിമം ഒരു വൗച്ചറിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. Accounting equation signifies that the assets of the business are always equal to the total of its liabilities and capital. Capital means owner's equity. Capital എന്ന് പറയുന്ന മറ്റൊരു ടേം നമുക്ക് പറയാം ഓണേഴ്സ് ഇക്വിറ്റി എന്ന് കൂടി പറയാം. അത് ഓർത്ത് വെക്കണം. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ആ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് എന്ന് പറയുന്നത് ലാബിലിറ്റിയുടെയും ക്യാപിറ്റലിൻ്റെയും തുകയ്ക്ക് തുല്യമായിരിക്കും. ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാലും ബിസിനസിൻ്റെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റലിന് തുല്യമായിരിക്കും. കാരണം ഓരോ ഇടപാടും നമ്മൾ രേഖപ്പെടുത്തുന്നത് ഈക്വൽ എമൗണ്ട് ഓഫ് ഡെബിറ്റും ക്രെഡിറ്റും ആയതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ എപ്പോഴും ടാലി ആയിരിക്കും. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ലാബിലിറ്റീസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. ഇതിനെ നമുക്ക് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും പറയാം. കാരണം ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ബേസ് ചെയ്തിട്ടാണ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുന്നത് അസറ്റ്സും ലാബിലിറ്റീസും ക്യാപിറ്റലും മാത്രമാണ്. അപ്പോൾ അസറ്റ്സും ലാബിലിറ്റീസും ക്യാപിറ്റലും മാത്രം കാണിക്കുന്ന ബാലൻസ് ഷീറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് കൂടി വിളിക്കും. ദി ക്ലെയിം ഓഫ് ദി പ്രൊപ്രൈറ്റർ ഈസ് കോൾഡ് ക്യാപിറ്റൽ ആൻഡ് ദാറ്റ് ഓഫ് ദി ഔട്ട്സൈഡർ ഈസ് നോൺ ആസ് ലാബിലിറ്റീസ്. ബിസിനസ് പ്രൊപ്രൈറ്റർക്ക് അല്ലെ ബിസിനസ് മാന് അല്ലെ മുതലാളിക്ക് എത്ര പൈസയാണോ കൊടുക്കാനുള്ളത് ആ തിരിച്ചു കൊടുക്കാനുള്ള എമൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു ബിസിനസ് മാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പൈസയാണ് ക്യാപിറ്റൽ. അപ്പോൾ ബിസിനസ് മാൻ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ ആ ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാകാം, നഷ്ടം ഉണ്ടാകാം. ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ആ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യണം. അപ്പോൾ അയാൾ കൊണ്ടുവന്ന പൈസയും ലാഭവും ചേർത്തിട്ടാണ് പിന്നെ ആ ബിസിനസ് മാന് നമ്മൾ പൈസ തിരിച്ചു കൊടുക്കേണ്ടത്. നഷ്ടമാണെങ്കിൽ ബിസിനസ് മാൻ കൊണ്ടുവന്ന പൈസയിൽ നിന്നും ഈ നഷ്ടം കിഴിച്ച് ബാക്കിയാണ് ബിസിനസ് മാന് കൊടുക്കാനുള്ളതായിട്ട് കാണിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ബിസിനസ് മാൻ്റെ അല്ലെങ്കിൽ മുതലാളിയുടെ ക്ലെയിം എത്രയാണോ അല്ലെങ്കിൽ മുതലാളിക്ക് എത്ര പൈസയാണോ ബിസിനസ് കൊടുക്കാനുള്ളത് ആ എമൗണ്ടിനെ നമുക്ക് പറയാം ക്യാപിറ്റൽ എന്ന് പറയാം. അതുപോലെ തന്നെ ബിസിനസ് മാൻ അല്ലാതെ മറ്റ് വെളിയിൽ ആർക്കൊക്കെ ബിസിനസ് പൈസ കൊടുക്കാനുണ്ടോ അതിനെ നമുക്ക് ലാബിലിറ്റീസ് എന്നും പറയാം. ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Rohit started business with a capital of rupees 10,000. Here, what will happen to the business? Rohit 10,000 rupees കൊണ്ടുവന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് 10,000 rupees റോഹിത് എന്ന് പറയുന്ന ബിസിനസ് മാൻ കൊണ്ടുവന്നു. അപ്പോൾ ബിസിനസ്സിന് എന്താണ് സംഭവിക്കുക? നമ്മൾ ആദ്യം പഠിച്ചതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. നമ്മൾ ആലോചിക്കേണ്ടത് ബിസിനസ്സിൻ്റെ കാര്യം മാത്രമാണ്, ബിസിനസ് മാൻ്റെ അല്ല, അല്ലെ മറ്റുള്ളവരുടെ കാര്യമല്ല. ബിസിനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ബിസിനസ് മാൻ ബിസിനസ്സിലേക്ക് 10,000 rupees കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് എന്താണ് സംഭവിക്കുക? യെസ്, ബിസിനസ്സിന് 10,000 rupees കിട്ടും. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നതും 10,000 ആയിട്ട് മാറും. ബിസിനസ് മാൻ ബിസിനസ്സിലേക്ക് 10,000 rupees കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിസിനസ് മാന് 10,000 rupees തിരിച്ചു കൊടുക്കാനുണ്ട് എന്ന് പറയാം. അങ്ങനെ ബിസിനസ് മാന് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടിനാണ് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ ബിസിനസ് വിൽ ഗെറ്റ് ക്യാഷ് റുപ്പീസ് 10,000, ക്യാപിറ്റൽ ഓഫ് ദി ബിസിനസ് വിൽ ബി 10,000. ഇപ്പോൾ ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിസിനസ്സിന് ക്യാഷ് കിട്ടുന്നു. അതുപോലെ തന്നെ ബിസിനസ്മാന് 10,000 റുപ്പീ തിരിച്ചു കൊടുക്കാനുള്ളതായിട്ട് വരുന്നു. അപ്പോൾ കിട്ടുന്നത് ക്യാഷും കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടത് ക്യാപിറ്റലുമാണ്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ പ്രകാരം അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. നമുക്ക് ക്യാഷ് കിട്ടി, ബിസിനസിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് അസറ്റ് ഏതാണ്? യെസ്, പൈസയാണ് അല്ലെ, ക്യാഷ് ആണ്. അപ്പോൾ അസറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഈക്വൽ ടു 10,000. ലാബിലിറ്റീസ് ഒന്നുമില്ല, പക്ഷേ ക്യാപിറ്റൽ ഉണ്ട് 10,000. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം അസറ്റ് ഈക്വൽ ടു, അസറ്റ് എന്ന് പറയുന്നത് 10,000 ക്യാഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 10,000 ഈക്വൽ ടു ലാബിലിറ്റി 0 ആണ്. 0 പ്ലസ് ക്യാപിറ്റൽ 10,000. But 10,000 equal to 10,000. We can see how this will appear in the balance sheet. നമുക്ക് നോക്കാം, ഈ ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇടപാട് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബാലൻസ് ഷീറ്റ് ഇതുവരെ നോക്കിയിട്ടില്ല. സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ്. അതിൻ്റെ ഹെഡിങ് കൊടുക്കുക, ബാലൻസ് ഷീറ്റ് ആസ് അറ്റ്. ഏത് ഡേറ്റ് വെച്ചിട്ടാണോ, ക്ലോസിംഗ് ഡേറ്റ് വെച്ചിട്ടാണോ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്, ആ ക്ലോസിംഗ് ഡേറ്റ് ആണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ ഡേറ്റും തന്നിട്ടില്ല, അതുകൊണ്ട് അവിടെ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ മതി. ഇനി ഇതിനകത്ത് രണ്ട് സൈഡുകളാണുള്ളത്. ഫസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ലാബിലിറ്റി സൈഡ്, സെക്കൻഡ് സൈഡ് എന്ന് പറയുന്നത് അസറ്റ് സൈഡ്. അതേപോലെ തന്നെ തയ്യാറാക്കണം. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ലാബിലിറ്റീസ് എമൗണ്ട്, ലാബിലിറ്റിയുടെ എമൗണ്ട് എഴുതാൻ വേണ്ടി അത് രണ്ട് കോളവും ചേർത്തുകൊണ്ട് ലാബിലിറ്റി സൈഡ് എന്ന് പറയാം. രണ്ടാമത് വരുന്ന അസറ്റും ആ അസറ്റിന്റെ എമൗണ്ട് എഴുതാനുള്ള കോളവും ചേർത്ത് അസറ്റ് സൈഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഇടപാട് കഴിയുമ്പോൾ ബിസിനസ്സിന് ക്യാപിറ്റൽ 10,000 ഉണ്ടാവും, ക്യാഷ് 10,000 ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സൈഡ് ലാബിലിറ്റി സൈഡാണെന്ന് പറഞ്ഞു. ആ ലാബിലിറ്റി സൈഡിൽ എല്ലാ ലാബിലിറ്റീസും അതുപോലെ ക്യാപിറ്റലും രേഖപ്പെടുത്തണം. അസറ്റ് സൈഡിൽ എല്ലാ അസറ്റും കാണിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഈ ഇടപാട് പ്രകാരം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 ആണ്. ഇപ്പോൾ ലാബിലിറ്റി സൈഡിൽ ആദ്യത്തെ ഐറ്റം ആയിട്ട് എഴുതുക ക്യാപിറ്റൽ 10,000, വേറെ ലാബിലിറ്റി ഒന്നുമില്ല. അസറ്റ് സൈഡിൽ ആകെ ഒരു അസറ്റ് മാത്രമേ ഉള്ളൂ, ക്യാഷ് 10,000. ഇനി അതിനുശേഷം ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുക, രണ്ട് സൈഡിലും 10,000 തന്നെ ടോട്ടൽ ലഭിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഷോ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഫസ്റ്റ്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹25,000. സെക്കൻഡ്, പർച്ചേസ്ഡ് മെഷീനറി ഫോർ ₹10,000. ഇത് രണ്ട് ട്രാൻസാക്ഷനാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ബിസിനസ് 25,000 റുപ്പീസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം 10,000 റുപ്പീസ് കൊടുത്തുകൊണ്ട് മെഷീനറി വാങ്ങിച്ചു. ഈ ഒരു രണ്ട് ഇടപാട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ് എന്തൊക്കെയാണ്, ലാബിലിറ്റി എന്തൊക്കെയാണ്, ക്യാപിറ്റൽ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാം. സ്റ്റേറ്റ്മെന്റ് ഷോയിങ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ ഒന്ന് ട്രാൻസാക്ഷൻ നമ്പറിന് വേണ്ടി ഒരു കോളം കൊടുക്കും. എത്രാമത്തെ ഇടപാടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് കാണാൻ വേണ്ടി ട്രാൻസാക്ഷൻ നമ്പർ. പിന്നെ അസറ്റ്സിനൊന്ന്, ലാബിലിറ്റിക്കൊന്ന്, ക്യാപിറ്റലിനൊന്ന്. അസറ്റ്സ് എന്ന് പറയുന്നത് പല അസറ്റുകൾ വരും, അതുകൊണ്ട് തന്നെ അസറ്റ് എന്ന് പറയുന്ന ആ കോളത്തിൽ കുറച്ച് വലിയ കോളായിട്ട് വരക്കണം. അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കോളംസ് വീണ്ടും നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ലാബിലിറ്റീസ് 1, 2 സാധാരണ വരാറുള്ളൂ, അതുകൊണ്ട് അതിനനുസരിച്ച് ചെറിയ കോളം മതി. ക്യാപിറ്റലിന് എമൗണ്ട് എഴുതേണ്ട ആ കോളം മാത്രം മതി, കാരണം അതിന് വേറെ ഡിവിഷൻ വരുന്നില്ല സാധാരണ. അപ്പോൾ ആദ്യത്തെ ഇടപാട് എന്ന് പറയുന്നത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹25,000. 25,000 രൂപ കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുതലാളി 25,000 രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിസിനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്നേ നമ്മൾ നോക്കണ്ടു. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന് 25,000 രൂപ ക്യാഷ് കിട്ടുന്നു. അതുപോലെ തന്നെ ആ 25,000 രൂപ ബിസിനസ്മാൻ കൊണ്ടുവന്നതായതുകൊണ്ട് അത് ബിസിനസ്മാന് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അത് ബിസിനസ്സിന്റെ ക്യാപിറ്റലാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ക്യാഷ് 25,000 നമുക്ക് കിട്ടി, ക്യാപിറ്റലായിട്ട് 25,000 രൂപയുണ്ട്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. അപ്പോൾ അസറ്റ് എന്ന് പറയുന്നതിൽ ആദ്യത്തെ കോളത്തിൽ ഹെഡിങ് കൊടുക്കുക ക്യാഷ്. ഇനി ഫസ്റ്റ് ഇടപാട് ട്രാൻസാക്ഷൻ നമ്പർ 1 എന്ന് എഴുതുക. ക്യാഷിൽ 25,000 കിട്ടി, അപ്പോൾ ക്യാഷിൻ്റെ നേർക്ക്
നമ്മൾ 25,000 എന്ന് എഴുതുക. വേറെ ലാബിലിറ്റി ഒന്നുമില്ല. പിന്നെ വരുന്നത് ക്യാപിറ്റലാണ് 25,000. അപ്പോൾ ആദ്യത്തെ ഇടപാട് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഇടപാടെന്ന് പറയുന്നത് മെഷീനറി വാങ്ങിച്ചു 10,000 റുപ്പീസ് കൊടുത്തിട്ട്. അപ്പോൾ 10,000 റുപ്പീസ് കൊടുത്തിട്ട് മെഷീനറി വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കിട്ടുന്നത് എന്താ? യെസ്, മെഷീനറി വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മെഷീനറിയാണ്. നമ്മൾ കൊടുക്കുന്നത് എന്താ? ക്യാഷാണ്. അപ്പോൾ പൈസ കൊടുക്കുന്നു, മെഷീനറി കിട്ടുന്നു. അപ്പോൾ നമുക്ക് ക്യാഷും മെഷീനറിയിലാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ ക്യാഷിന് വേണ്ടി നമ്മളൊരു കോളം ഓൾറെഡി വരച്ചു. പക്ഷേ മെഷീനറിക്ക് വേണ്ടി നമ്മൾ കോളം വരച്ചിട്ടില്ല. മെഷീനറി എന്ന് പറയുന്നത് അസറ്റാണ്. അതുകൊണ്ട് തന്നെ അസറ്റ് എന്ന് പറയുന്ന കോളത്തിൽ അടുത്ത കോളം കൂടി വരയ്ക്കുക, മെഷീനറി. എന്നിട്ട് ട്രാൻസാക്ഷൻ നമ്പറിൽ രണ്ടാമത്തെ ഇടപാട് എന്ന് കാണിക്കുക. അതിനുശേഷം അസറ്റ് ക്യാഷ് 10,000 റുപ്പീ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ 10,000 റുപ്പീ ക്യാഷ് നമുക്ക് കുറയാണ് ചെയ്യുക. നേരത്തെ നമ്മുടെ കയ്യിൽ 25,000 രൂപ ക്യാഷ് ഉണ്ട്. ആ 25,000 രൂപ ക്യാഷിൽ നിന്നും 10,000 റുപ്പീ ക്യാഷ് നമ്മളിപ്പോഴും കൊടുക്കുന്നതാണ്. അപ്പോൾ -10,000 എന്ന് കാണിക്കുക. 10,000 റുപ്പീ ക്യാഷ് നമുക്ക് കുറയും. ഇനി മെഷീനറിയുടെ കോളത്തിൽ 10,000 റുപ്പിയുടെ മെഷീനറി നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ മെഷീനറിയുടെ കോളത്തിൽ 10,000 എന്ന് കാണിക്കുക. വേറെ ലാബിലിറ്റി ഇല്ല. ഈ ഒരു ഇടപാട് ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല. കാരണം 25,000 രൂപ തന്നെ ബിസിനസ്മാന് തിരിച്ചു കൊടുക്കാനുണ്ട്. നമുക്ക് വേറെ ലാഭമോ നഷ്ടമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. 10,000 റുപ്പീസ് കൊടുത്തു, പക്ഷെ അതിന് കണക്കായിട്ട് നമുക്ക് മെഷീനറി കിട്ടി. ഇനി ഈ ഒരു രണ്ട് ഇടപാട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നെറ്റ് ഇഫക്റ്റ് എന്ന് നോക്കാം. അസറ്റ്സിൽ ക്യാഷ് എന്ന് പറയുന്നത് ആദ്യം 25,000 കിട്ടി, പിന്നീട് 10,000 കൊടുത്തു. അപ്പോൾ ബാക്കി വരുന്ന ക്യാഷ് എന്ന് പറയുന്നത് 15,000 റുപ്പീസാണ്. ഇനി രണ്ടാമത്തെ അസറ്റ് എന്ന് പറയുന്നത് 10,000. അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനോ ലെസ് ചെയ്യാനോ ഒന്നുമില്ല. അത് അതേപോലെ 10,000 താഴെ മാറ്റി എഴുതും. ലാബിലിറ്റി കോളത്തിൽ ഒന്നുമില്ല, അതുകൊണ്ട് അത് ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ മതി. ക്യാപിറ്റലിൽ ആഡ് ചെയ്യാനോ ഡിഡക്റ്റ് ചെയ്യാനോ ഒന്നുമില്ല. 25,000 അത് അതേപോലെ കാണിക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ്. അപ്പോൾ അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷും മെഷീനറിയാണ് നമ്മുടെ അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷും മെഷീനറി എന്ന് പറയുന്നത് ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, നമുക്ക് അവസാനം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് 15,000 റുപ്പീസാണ്. അപ്പോൾ 15,000 ക്യാഷ് ബാലൻസ് പ്ലസ് മെഷീനറി 10,000. അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള അസറ്റ് 25,000 ആണ്. ലാബിലിറ്റി 0 ആണ്, ക്യാപിറ്റൽ 25,000. അപ്പോൾ അസറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി, ദാറ്റ് ഈസ് 25,000 അസറ്റ്, ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റിയും 25,000 തന്നെ വരും. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെ ബാലൻസ് ഷീറ്റിൽ വരുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് വരെയാ നേരത്തെ വരച്ചതുപോലെ. ബാലൻസ് ഷീറ്റ് ആസറ്റ്, ഡേറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് ഡേറ്റ് ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ മതി. നേരത്തെ വരച്ചതുപോലെ രണ്ട് സൈഡുകളാണുള്ളത്, ലാബിലിറ്റി സൈഡും അസറ്റ് സൈഡും. അപ്പോൾ ആദ്യത്തെ കോളത്തിന് ഹെഡിങ് കൊടുക്കുക ലാബിലിറ്റി, അതിൻ്റെ എമൗണ്ട് എഴുതാൻ വേണ്ടി വേറൊരു കോളം കൊടുക്കുക. രണ്ടാമത്തെ സൈഡിൽ അസറ്റ്സ്, അസറ്റിൻ്റെ എമൗണ്ട് എഴുതാനുള്ള കോളം. ലാബിലിറ്റിയിൽ നമുക്ക് വരുന്നത് ഔട്ട്സൈഡ് ലാബിലിറ്റി ഒന്നുമില്ല, ക്യാപിറ്റൽ 25,000. ഇനി അസറ്റ്സിൽ ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 15,000 റുപ്പീസാണ്. അപ്പോൾ ആദ്യം അസറ്റായിട്ട് കാണിക്കുക, ക്യാഷ് എമൗണ്ട് കോളത്തിൽ 15,000. നെക്സ്റ്റ് മെഷീനറി 10,000. ഇനി ലാബിലിറ്റി സൈഡും അസറ്റ് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യാം. ലാബിലിറ്റി ടോട്ടൽ ചെയ്യുമ്പോൾ 25,000, അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 25,000. രണ്ട് സൈഡും ഈക്വലായിട്ട് കിട്ടും. അപ്പോൾ ബാലൻസ് ഷീറ്റ് വരച്ചു കഴിഞ്ഞാൽ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും എപ്പോഴും ഈക്വലായിട്ട് കിട്ടണം. അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് തന്നെ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ക്ലാസ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.